Hi friends, again welcome back to my channel. കുട്ടികളെ RPF കോൺസ്റ്റബിളിന്റെ കട്ട് ഓഫ് ഔട്ട് ആയിരിക്കുകയാണ്. സ്റ്റേജ് 2ലേക്കുള്ള ഷോർട്ട് ലിസ്റ്റും വന്നിരിക്കുകയാണ്. പാസ്സായ എല്ലാ കുട്ടികൾക്കും മാന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. കട്ട് ഓഫ് വളരെ ഹൈ ആണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഈ തവണ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. പാസ്സായ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റേജ് 2ന്റെ ഫുൾ സെലക്ഷൻ പ്രോസസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യലി ഫിസിക്കൽ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ കട്ട് ഓഫ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യണം, നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികൾ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, സ്റ്റേജ് 2ലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. RPF കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ നല്ല ടഫാണ്. അത് ക്വാളിഫൈ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള നല്ല സാധ്യതയുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൽ, അതായത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന്. ഈ ഒരു സമയത്ത് ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്റ്റേജ് 2ലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും ട്രെയിനിങ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേജ് 2ൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികൾ, അപ്പോൾ നമുക്ക് കട്ട് ഓഫ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കട്ട് ഓഫ്, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ക്രീൻഷോട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, RPF കോൺസ്റ്റബിൾ ആൻഡ് SIയുടെ നെക്സ്റ്റ് വേക്കൻസി വരുമ്പോൾ ഈ ഒരു കട്ട് ഓഫ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി. ചാനൽ ജോയിൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, RPF കോൺസ്റ്റബിളിൻ്റെ എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് 120 ആണ്. അപ്പോൾ 120ൽ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റിന്, അതായത് യുവർ കാറ്റഗറിയിൽ പെടുന്ന മെയിൽ കാൻഡിഡേറ്റിന് 92.184 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ സെലക്ഷൻ കിട്ടത്തുള്ളായിരുന്നു. കട്ട് ഓഫാണ് നിങ്ങളിവിടെ കാണുന്നത്. അതുപോലെ SCയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 120ൽ 84 പോയിൻറ്റ്, STD ആണെന്നുണ്ടെങ്കിൽ 78 പോയിൻറ്റ്, OBC ആണെന്നുണ്ടെങ്കിൽ 88 പോയിൻറ്റ്, EWS ആണെന്നുണ്ടെങ്കിൽ 86 പോയിൻറ്റ്, ഫീമെയിലിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ 88.5, 79.6, 74, 84, 82. ഇതേ രീതിയിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. എക്സാം കഴിഞ്ഞതിന് ശേഷം ആരും തന്നെ വിചാരിച്ചില്ല ഇത്രയും ഹൈ കട്ട് ഓഫ് വരുമെന്ന്. കുട്ടികളെ, സെലക്ഷൻ കിട്ടിയ കുട്ടികളിന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേജ് 2ലേക്ക് നല്ലപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്സായ എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ബെസ്റ്റ് വിഷസ്. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റേജ് 2ൻ്റെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഫിസിക്കൽ ഇവൻ്റ് ഒന്ന് നോക്കൂ കുട്ടികളെ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് RPF കോൺസ്റ്റബിളിന് 1600 മീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത്. ടൈമിംഗ് പറഞ്ഞാൽ 5 മിനിറ്റ് 45 സെക്കൻഡ് ആണ്. ഈ ടൈമിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. പിന്നെ പെൺകുട്ടികൾക്ക് 800 മീറ്റർ റണ്ണിംഗ് ആണ്. 3 മിനിറ്റ് 40 സെക്കൻഡ് ഓടിയെത്തിയിരിക്കണം. ലോങ് ജമ്പ് ഉണ്ട്, പിന്നെ ഹൈ ജമ്പും ഉണ്ട്. 40 ഫീറ്റ് ആണ് ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്ന് പറഞ്ഞാൽ 4 ഫീറ്റ് ആണ്. ഇതാണ് ഫിസിക്കൽ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഡിഫിക്കൽട്ട് ഇവൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ 1600 മീറ്റർ റണ്ണിംഗ് ആണ്. 1600 മീറ്റർ റണ്ണിംഗ് 5 മിനിറ്റ് 45 സെക്കൻഡിൽ ഓടിയെത്തുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. നല്ലപോലെ നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ 1600 മീറ്റർ റണ്ണിംഗ് 5 മിനിറ്റ് 45 സെക്കൻഡിൽ ഓടിയെത്താനായിട്ടുള്ള നല്ല വർക്കൗട്ട് പ്ലാനും ഡയറ്റ് പ്ലാനും ടിപ്സും ട്രിക്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ഫിറ്റ്നസ് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫിറ്റ്നസ് ചാനലിൻ്റെ പേരാണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന്. നിങ്ങൾ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ ചാനൽ വരുന്നതായിരിക്കും. അതിനകത്ത് ഡീറ്റെയിൽഡ് എല്ലാ വീഡിയോസും ഉണ്ട്. 1600 മീറ്റർ റണ്ണിങ്ങിൻ്റെ പ്രോപ്പർ വർക്കൗട്ട് പ്ലാൻ, എങ്ങനെ ഒരു ബിഗിനർ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ അപ്ഡേറ്റ്സ് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് വളരെ ഈസി ആയിട്ട് പാസ്സാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് RPF കോൺസ്റ്റബിൾ ആൻഡ് SIയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതുമായിരിക്കും. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും സ്റ്റേജ് 1 പാസ് എല്ലാ കുട്ടികളും അറിയട്ടെ സ്റ്റേജ് 2ലേക്ക് ഏത് ഇവൻ്റാണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.